ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാത്തിമ ഷമീർ. അപ്പോൾ നമുക്ക് പഞ്ചാബിലെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അതെ, ഞാനിപ്പോൾ പഞ്ചാബിലാണുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ പഞ്ചാബിലെ ഒരു റൊട്ടീൻ എങ്ങനെയാണ് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയാലോ കിച്ചണിലോട്ട്? ഓക്കെ, ആയോ? അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കിച്ചൺ വർക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പണി തുടങ്ങാം. ഇപ്പോൾ എനിക്ക് ഒരുപാട് വെയിറ്റ് കൂടി കേട്ടോ. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ വന്നിട്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡയറ്റിലാണുള്ളത്. ഇപ്പോൾ ഞാൻ ഡയറ്റിൽ കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓവർനൈറ്റ് ഓട്സ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സും 2 ടേബിൾ സ്പൂൺ ചിയാ സീഡും വന്നിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് ഓട്സിലോട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വേണം കേട്ടോ. ഞാനിവിടെ ഒരു മാംഗോ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫുൾ മാംഗോ ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ ഹാഫേ എടുക്കുന്നുള്ളൂ. കാരണം എനിക്കൊരു 11 മണിക്ക് ഒരു ബ്രേക്ക് ഉണ്ട്, അതായത് നമുക്ക് സ്നാക്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഹാഫ് കഴിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാഫ് നമ്മൾ ഓട്സിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എടുത്ത മാംഗോയുടെ ഇതുപോലെ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഹാഫ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു 11 മണി സമയത്ത് കഴിക്കും. ഇപ്പോൾ ഇത്രയും ഞാൻ നമ്മുടെ ഓട്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാനിനി ഇതിലേക്ക് കുറച്ച് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട്, അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് പംകിൻ സീഡ് 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് സെസം സീഡില്ലേ, അത് 1 ടേബിൾ സ്പൂൺ. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് 2 കാഷ്നട്ടാണ്. അടുത്തായിട്ട് ചേർക്കുന്നത് കുറച്ച് പീനട്സ്, ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ചേർക്കുന്നത് 2 ഡേറ്റ്സ് ആണ് കേട്ടോ. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ, ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഞാൻ മധുരത്തിന് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഹണിയാണ്. ഇത് അത്ര നിർബന്ധമൊന്നുമല്ല, പക്ഷെ ഞാൻ ചിയാ സീഡ് ഓട്സും വെള്ളത്തിലല്ലേ സോക്ക് ചെയ്തത്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഹണി ചേർക്കുന്നത്. നോർമലി ഞാൻ വന്നിട്ട് ആൽമണ്ടിൻ്റെ മിൽക്കിലാണ് ചേർക്കുക. ആൽമണ്ട് അങ്ങനെ പൗഡർ ചെയ്ത് വെച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് ചേർക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആൽമണ്ട് ഫിനിഷായി, അതുകൊണ്ടാണ് ഇപ്പോൾ ഹണി ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാനിതെന്താ തനിയെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തനിയെ കഴിക്കുന്നതാണ്. കാരണം ഇക്ക രാവിലെ ചായ കുടിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി. ഇഷുക്കുട്ടി ഇതുവരെ ഉറക്കം അണിയിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക. അപ്പോൾ അവൾ ഉറക്കം അണിക്കുമ്പോൾ ഞാൻ അവൾക്ക് ബ്രെഡും എഗ് ടോസ്റ്റൊക്കെ കൊടുക്കും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ഈ ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ആ ഹണിയുടെ ആവശ്യമില്ല. പിന്നെ മാംഗോക്ക് തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. നിങ്ങൾ മാംഗോ സീസണായിട്ട് ഇഷ്ടംപോലെ മാംഗോ ഒക്കെ കഴിച്ചോ? എന്തൊക്കെ വെറൈറ്റി മാംഗോസ് കഴിച്ചു കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ. ഞാനൊരാളുടെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ, ആളൊന്നും നിങ്ങളെ ഇച്ചുകൂട്ടി ഉറക്കണിച്ച് വന്നതാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ ഇഷുക്കുട്ടി ഉണർന്ന് വന്ന കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ബ്രഷൊക്കെ ചെയ്ത് മുടിയൊക്കെ കോരി കെട്ടിക്കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. എനിക്ക് ഇന്നലെ മുതൽ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, ഇവക്ക് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല. അവൾക്കും ചുമ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഞാൻ ഇവക്കായിട്ട് എഗ് ഓംലെറ്റാണ് റെഡിയാക്കുന്നത് കേട്ടോ. നമുക്കിവിടെ റേഷൻ വന്നിട്ട് ബ്രൗൺ ബ്രെഡ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുക്കുന്നത്. ഞാനിവിടെ ടോസ്റ്റ് ചെയ്യാനായിട്ട് ഗീയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് നെയ്യാണ്, പശു നെയ്യാണ് കേട്ടോ. തള്ള വൈബൊന്നും അല്ല കേട്ടോ. ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് എനിക്ക് പ്രാക്ടീസായി, അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പീസ് ബ്രൗൺ ബ്രെഡാണ് എടുത്തേക്കുന്നത്. അത് ഗീയിൽ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇച്ചിരി ഒരുപാട് ഡ്രൈ ടോസ്റ്റ് ആവുന്ന ഇഷ്ടമല്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു മുട്ട കൂടി ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു കുക്കുംബർ കൂടി ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്ത് ബ്രെഡിനകത്ത് വെച്ച് കൊടുക്കേ. ഇതാ കണ്ടില്ലേ, ഇച്ചിക്കുട്ടീൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി മീലല്ലേ, കാർബ്സിന് കാർബ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫൈബറിന് ഫൈബറുണ്ട്. അപ്പോൾ ഇച്ചിക്കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. ഇഷുക്കുട്ടിക്ക് വയ്യാണ്ടായ കേട്ടോ, അതുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.